അത് താത്താന്റെ തള്ളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി പറഞ്ഞാല് ഞങ്ങളിന്ന് ചിക്കൻ കുറുമയും നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങൾക്ക് ചിക്കനാണ് ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പെട്ട് കുടുങ്ങിയിരിക്കണം. അത് ഐസ് അയക്കണം. അപ്പൊ അത് എടുക്കേണ്ട ദൗത്യത്തിലാണ്. കുറെ ഞങ്ങൾ ഇളക്കിയിരിക്കണം, പക്ഷെ കിട്ടണില്ല. കൊറേ നേരമായി. ലാസ്റ്റാണ് ഇപ്പൊ ഇന്ന് കിട്ടിയില്ലേ, ചിക്കൻ കറി കിട്ടൂല. അതാണ് അപ്പൊ ചിക്കൻ കിട്ടി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കണുണ്ട്. ആണോ ഇത് ഐസ് അയക്കണ. അപ്പൊ ഞങ്ങൾ ഇത് അലിയിച്ചെടുക്കും. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. ഒക്കെ കാട്ടിത്തരാം. മെയിൻ പണ്ടാരി അനുവാണ് നമ്മളെ മെയിൻ പണ്ടാരി. സംഭവം എനിക്കൊന്നും അറിയില്ല. ഉള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞിക്കണ്. ഇത് പായസമാണോ? ഏലക്കായും പട്ടിയും ഗ്രാമ്പും ഒക്കെ ഉണ്ട്. എന്താന്ന് ഇപ്പൊ ഓനക്ക് തന്നെ അറിയുള്ളൂ. മെയിൻ പണ്ടാരി അനുവാണ്. എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്? അന്ന് ഞങ്ങള് കുറുമയാണ് ഉണ്ടാക്കണത് ഗൈസ്. ഓക്കെ, കൊക്കവടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഞങ്ങളിഞ്ഞ് തേങ്ങാപ്പാലിന് വേണ്ട തേങ്ങ റെഡിയാക്കി, അണ്ടിപ്പരിപ്പ് റെഡിയാക്കി. കണ്ടോ, കൊക്കവട ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് അണ്ടിപ്പരിപ്പ്. നമ്മള് ചുടാറ്റെ കറി ഉണ്ടാക്കാനുള്ള അണ്ടിപ്പരിപ്പ് കുറുമന്റെ. ഇന്ന് ലച്ചു നോമ്പ് നോറ്റിട്ടിക്കണോ? നോമ്പ് ഒരു ലച്ചു ചായ കുടിച്ചാണ്. എന്താണ് ഇന്നത്തെ ഇന്നലെ ലച്ചു? വെള്ളം ഒക്കെ കുടിച്ചാണ്. ലച്ചു നോമ്പ് നോറ്റിട്ടില്ല ഗായ്സ്. ഇല്ലല്ലോ, ഇന്ത്യ പറഞ്ഞ കണ്ട ലച്ചു നോമ്പ് നോറ്റിക്കണ്. ലച്ചു നോമ്പ് തുറക്കുകയാണ്. ഓക്കെ, ലച്ചു നല്ല കുട്ടിയാണ് അല്ലേ. ഞങ്ങളെ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് അനു ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗ്യാസ് കത്തിച്ചു, ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒഴിക്ക്. ഇത് ഇല്ലതുകൊണ്ട് എളുപ്പം ഉഷാറാക്കി കൂടെ. ഇന്നത്തെ ഡിന്നർ അനുവിന്റെ ചിക്കനൊക്കെ കേക്കിക്കണ്. എന്താ പിന്നെ ഓനൊക്കെ പറയാ. ഞങ്ങളെ പോലത്തെ പണ്ടാരിയാളെ ഇങ്ങനെ അഭിമാനിക്കാൻ വേണ്ടിയിട്ടാണ് ബലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ജീവിക്കാൻ അനുവദിക്കണില്ല ബലി. എന്താണ് ഇതിനെ നമ്മൾ പ്രതിഷേധിക്കണം. അപ്പൊ നിങ്ങളിതൊക്കെ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പം അനുവോ എളുപ്പം മാണം. ലച്ചുവാ നോമ്പുണ്ടാ നിനക്ക്? നോമ്പ് നോക്കാത്ത കുട്ടി. കോയി സംഭവം അനുവിന് വെച്ചുണ്ടാക്കാൻ അറിയില്ലാന്നുണ്ടെങ്കിലും ഇന്നും മാക്ക് വെച്ചാത്തോണ്ട് അനുവിനെ ഏൽപ്പിച്ചാണ്. അല്ല, മക്ക് വയ്ക്കും. സ്പെഷ്യൽ കറിയാണ്. അപ്പൊ അത് മാക്ക് വയ്ക്കൂല. അപ്പൊ അനുവിനെ കൊടുത്തു. അതാണ് ചിക്കൻ കുറുമ. ഇത് കുറുമ ആവോ അത് കാക്കറായി ആവോ എന്നൊക്കെ അല്ലാതെ അറിയാം. നെയ്ച്ചോറ് ഇവർക്ക് 10 ആളുമാണ് അസിസ്റ്റന്റ് ആയിട്ട്. അതാണ് ഒരു തക്കാളി ഒരു പച്ചമുളക് ഒക്കെ കൊടുക്കും. ഒന്നോ ചെറുതാണെങ്കിൽ 2 തക്കാളി, ഒറ്റ തക്കാളി. അതെ, ഇതൊക്കെ അറേബ്യൻ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ കുക്കിംഗ് ആണ്. അല്ല ഞാൻ? അതെ, അല്ലെങ്കിൽ മാത്രം ഞങ്ങള് സ്പെഷ്യൽ കുക്കിംഗ് ആണ് അതൊക്കെ. ايوه هذا شو انت شو اسمه كرم؟ دجاج ابيض سلونه. زياده chicken بلا زياده. ഇത് കാട്ടണതാണ്. അപ്പൊ കുറുമല്ലേ അപ്പൊ ഇത് ഉണ്ടാക്കണത്? ഇത് എന്താണ്? ചിക്കൻ കറി. അപ്പൊ ഇനി നമ്മളടുത്തത് എന്താണ് ഇടണമ്മ? കുരുമുളക് വേണം. അതെ, ഇഞ്ചമ്മ പാവമാണിക്ക കല്ല് പുകല്. കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചിക്കൻ കറിക്ക് എന്താ മഞ്ഞപ്പൊടി ഇട്ടാലോ? ചിക്കൻ കറിക്ക് എന്തുകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ടാ പ്രശ്നം? ചിക്കൻ കറി അല്ലേ ഇത്? അത് വിഷയമല്ല. ഇതിപ്പോ നോക്കി നമ്മൾ ഉണ്ടാക്കണത് തേങ്ങാപ്പാലിനറപ്പോ തേങ്ങ അരച്ചുകൊണ്ട് നിൽക്കണത്. അപ്പൊ ഇത് കുറുമല്ല ആവുക. ഇത് തേങ്ങ അരച്ച ചിക്കൻ കറിയാണ്. അതെ കാശ്. അതെ. അപ്പൊ ഞങ്ങളിപ്പോ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നെയ്ച്ചോറ് നിങ്ങൾ ഉണ്ടാക്കിക്കോളിയുമ്പോ, കാരണം നമുക്ക് തിന്നാനാണ്. കറി എന്തെങ്കിലും കാട്ടെ. നെയ്ച്ചോറ് നമുക്ക് ചമ്മന്തി കുട്ടികളും തിന്നാം. കറി നാസായാല്. നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റൂല. ഇന്ന് ആരതാണ് കറി? അണ്ടിപ്പരിപ്പ് തൂമിച്ചാന്
അതൊന്നും വേണ്ട, ഇത് മതി ഇപ്പം. ഇതിപ്പോ കുറുമ പറഞ്ഞാല് ഈ ഒരു കുറുമ അയക്കണേ ഫുള്ളായി അതെ, കുറുമ ആനൂന്റെ കുറുമ. ഈ പാലൂടി പറഞ്ഞ നമ്മളെ കറി. അപ്പോ ചിക്കൻ കുറുമ നെയ്ച്ചോറ്. റിജു എങ്ങനെയുണ്ട്? സാറായില്ലേ? ആനൂന്റെ സ്പെഷ്യലാണ്. അപ്പൊ എന്താണ് ബാക്കി നാളെ അല്ലേ സാറല്ലേ? എങ്ങനെ അടിക്കാൻ ചിരിച്ച അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി ഞങ്ങൾ ഇന്നത്തെ പരിപാടി. നെയ്ച്ചോറും കുറുമയും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് നോമ്പ് തുറന്ന് ഉഷാറായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.